to Renisha CS Edu World. നമ്മൾ പഠിക്കാൻ പോകുന്നത് NCR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, കോമ്പിനേഷൻ. ഇപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, NCR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ C പ്രോഗ്രാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. NCR കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോൾ ഇക്വേഷൻ എന്താണ്? അപ്പോൾ NCR ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നോക്കി, എന്നും ആറുമാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. രണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, n ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക, r ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക, n മൈനസ് r ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിനെല്ലാം ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഫാക്ടോറിയലിന് നമ്മൾ ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ നോക്കി, ഫാക്ടോറിയലിൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ തന്നെ എങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ ഓൾറെഡി ഫാക്ടോറിയലിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, ഇവിടുന്ന് വാല്യൂ എനിക്ക് കിട്ടണം, കാരണം n ഫാക്ടറിൻ്റെ വാല്യൂ എനിക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഫാക്ട് ഇൻറ്റ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ റിക്കർഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻറ്റ് ഐ എന്ന് കൊടുത്തു. ഓക്കെ, ഫോർ ഐ ഈസ് ഈക്വൽ ടു, ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു 1 എന്നും അസൈൻ ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു എക്സ്, ഐ പ്ലസ് പ്ലസ്. സാധാരണ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കുക, എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. ഈ കിട്ടുന്ന ഫാക്ടോറിയൽ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഓക്കെ, റിട്ടേൺ എഫ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇത് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ ക്ലോസ് ചെയ്യും, ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഫംഗ്ഷൻ നമ്മൾ എഴുതി, ഫാക്ടോറിയലിന് നമ്മൾ ഫംഗ്ഷൻ എഴുതി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹെഡർ ഫയലിൻ്റെ അകത്ത് എന്ത് എഴുതണം, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഓക്കെ, ഹെഡർ ഫയൽ എഴുതി. അത് കഴിഞ്ഞിട്ട് വോയിഡ് ഇൻറ്റു മെയിൻ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ടത് എന്നും ആറിൻ്റെയും വാല്യൂ ആണ് നമുക്ക് റീഡ് ചെയ്യണം. ഓക്കെ, എന്നും ആറും ഞാൻ ഡിക്ലെയർ ചെയ്തു. പിന്നെ നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ സി എന്ന് പറഞ്ഞൊരു വേരിയബിളും എടുത്തു. അപ്പോൾ സി എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഫ്ലോട്ടിൻ്റെ അത് കൊടുക്കണം. കാരണം ഇവിടെ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയലിൻ്റെ വാല്യൂ ആണ് സിക്കകത്ത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലോട്ടിങ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് സി എന്ന് പറയുന്നത് ഫ്ലോട്ടിൻ്റെ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇൻറ്റ് ഇത് കൊടുത്തു, ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ആറും നമ്മൾ റീഡ് ചെയ്യുക. പ്രിന്റ് എഫ് എൻ്റർ ദ വാല്യൂ ഓഫ് എൻ ആൻഡ് ആർ. ഓക്കെ, എൻ്റർ ദ വാല്യൂ ഓഫ് എന്നും ആറും ഞാൻ റീഡ് ചെയ്തു. ഓക്കെ, റീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്കാനഫിൻ്റെ അത് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് ഡി ആംപർസെൻറ്റ് എൻ കോമ ആംപർസെൻറ്റ് ആർ രണ്ടും റീഡ് ചെയ്തു. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. സി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്ട് ഓഫ് എൻ എന്ന് കൊടുത്താൽ മതി. ഫംഗ്ഷൻ്റെ പേര് ഫാക്ട് എന്നാണ്. അപ്പോൾ ഫാക്ട് ഓഫ് എൻ കണ്ട, ഇവിടുത്തെ എന്താണോ ഇനിയും അത് തന്നെ ഇവിടെ കൊടുക്കുക. ഫാക്ട് ഓഫ് എൻ ഡിവൈഡഡ് ബൈ ഫാക്ട് ഓഫ് ആർ ഇൻറ്റു ഫാക്ട് ഓഫ് എൻ മൈനസ് ആർ. കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എഫ് എങ്ങനെ കൊടുക്കണം, പെർസെൻറ്റേജ് ഡി ഈസ് ഈക്വൽ ടു, അപ്പോൾ NCR എന്ന് വരണം. ഇറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ്. കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് ഇവിടെ വരണം. അപ്പോൾ ആദ്യത്തെ പെർസെൻറ്റേജ് ഡിയുടെ ഇവിടെ എൻ എന്നുള്ള വാല്യൂ, രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ അവിടെ 6, മൂന്നാമത്തെ പെർസെൻറ്റേജ് എഫിൻ്റെ അവിടെ സിയുടെ വാല്യൂ. ഓക്കെ, റിട്ടേൺ 0. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കിട്ടാനായിട്ട് ഫാക്ടോറിയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം അത്രയും പ്രാവശ്യം നമ്മൾ ആ പ്രോഗ്രാം എഴുതണ്ട. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ എഴുതുകയാണെങ്കിൽ ഒന്നുകിൽ എന്നിൻ്റെ ഫാക്ടോറിയൽ ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ ആറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, n മൈനസ് ആറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, എന്നിട്ട് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഇത് കഴിയുമ്പോഴത്തേന് ഒത്തിരിയും ടൈം എടുക്കും. അപ്പം അത് മാറ്റാനായിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആ ഫംഗ്ഷൻ്റെ അകത്ത് കോഡിനെ റീയൂസ് ചെയ്യാൻ. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളോട് യൂസ് ചെയ്തേക്കുന്നത്. ഫാക്ടോറിയലിൻ്റെ അവിടെ നമ്മൾ കോഡിനെ റീയൂസ് ചെയ്തിരിക്കുകയാണ്.
അപ്പം കോഡ് റീയൂസ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ എഴുതിയേക്കുവാണ്. ഉണ്ടോ, അതാണ് പ്രോഗ്രാമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഹെഡർ ഫയൽ എഴുതി ആ ഫംഗ്ഷനെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റു മെയിൻ എൻ മാറും ഡിക്ലെയർ ചെയ്തു. റിസൾട്ട് സ്റ്റോർ ചെയ്യാനാണ്. എന്നിൻ്റെ മാറിൻ്റെ വാല്യൂ റീഡ് ചെയ്തു. പെർസെൻറ്റേജ് ആംപർസെൻഡ് എൻ കോമ ആർ. അപ്പം സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫാക്ട് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇത് ഈ എന്നിൻ്റെ അകത്ത് ഇവിടെ എന്താണോ വാല്യൂ അത് ഈ ഒരു ഫംഗ്ഷനിലേക്ക് കൊടുക്കും. ആ വാല്യൂവിനെ ഇവിടോട്ട് എടുക്കും. ഇത് റിക്കേർഷൻ എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ റിക്കേർഷൻ സ്ഥാനത്ത് മറ്റ് സാധാരണ പോലെ വേണമെങ്കിൽ എഴുതാം. ഇതൊരു റിക്കേർഷൻ രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഫാക്ടോറിയൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇത് റിക്കേർഷൻ്റെ പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് സാധാ പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. റിക്കേർഷൻ അല്ല, സാധാരണ നോൺ റിക്കേഴ്സീവ് ആയിട്ടുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഫാക്ട് ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഈ എന്നിൻ്റെ വാല്യൂ ഇങ്ങോട്ട് പോയി ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഫാക്ട് ഓഫ് ആർ എന്ന് വിളിച്ച് കഴിയുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണോ അത് ഇവിടെ പോയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ഫാക്ട് ഓഫ് എൻ മൈനസ് ആർ എന്ന് പറയുമ്പോൾ എൻ മൈനസ് ആർ ഇവിടെ പോയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ആ കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യുക, ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണിത് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇത് പറയാമല്ലോ, ഫാക്ട് ഓഫ് റിക്കർഷൻ ആയതുകൊണ്ട് എക്സിൻ്റെയും സീറോ ബേസിക് കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 0യും 1 ആണെങ്കിൽ 1 എനിക്ക് റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിലോ ഫാക്ടോറിയലിൻ്റെ റിക്കർഷൻ്റെ ഇക്വേഷൻ എക്സ് ഇൻറ്റു ഫാക്ട് ഓഫ് എക്സ് മൈനസ് 1 ആണ്. ഓൾറെഡി നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് റിക്കർഷൻ വെച്ച് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഡൗട്ടുള്ളവർ അവിടെ പോയി നോക്കുക ആ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. എൻ്റെ ദ വാല്യൂ ഓഫ് എൻ ആൻഡ് ആർ 5ഉം 2 കൊടുത്തു കഴിയുമ്പോൾ CR is equal to 10 എന്ന് എനിക്ക് കിട്ടും റിസൾട്ട്. ഓക്കെ, നമ്മളിവിടെ പഠിച്ചത് NCR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള C പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.